നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 50 വയസ്സ് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നിങ്ങളുടെ ഹെൽത്ത് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വളരെ ശാസ്ത്രീയമായിട്ടുള്ള, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പ്രായം 50നോട് അടുക്കുമ്പോൾ മിക്ക ആൾക്കാരിലും അറിഞ്ഞോ അറിയാതെയോ ഡെവലപ്പ് ചെയ്യുന്നൊരു മനോഭാവമുണ്ട്. ഇനി എൻ്റെ ഒരു നല്ലൊരു പീരീഡൊക്കെ ഏറെക്കുറെ കഴിയാറായി, പഴയതുപോലുള്ളൊരു പ്രൊഡക്ടിവിറ്റിയും ഒരു എഫിഷ്യൻസിയും ഒക്കെ ഇനി ഉണ്ടാക്കിയെടുക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യമല്ല. സത്യസന്ധത പറഞ്ഞാൽ എനിക്കും അങ്ങനെ തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ കാഴ്ചപ്പാടിൽ വളരെയധികം മാറ്റങ്ങൾ ഉണ്ടാക്കിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പെർസ്പെക്റ്റീവ്, ഒരു ശരാശരി 100 വയസ്സ് വരാവുന്ന നമ്മളുടെ ആയുസ്സിനെ 4 ക്വാർട്ടറായിട്ട് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. നോക്കിയാൽ ആദ്യത്തെ ക്വാർട്ടർ 25 വർഷം നമ്മൾ നല്ലൊരു ശതമാനം ആൾക്കാരും ചെറുപ്പകാലം ചിലവഴിക്കുന്നത് നമുക്ക് നല്ലൊരു സ്കിൽ സെറ്റ് ഉണ്ടാക്കാൻ, നമുക്ക് നല്ലൊരു ഭാവി ജീവിതം ഉണ്ടാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള പഠിത്തമായിരിക്കാം. പിന്നീട് രണ്ടാമത്തെ ക്വാർട്ടറിൽ സംഭവിക്കുന്ന എന്താണ്, ആ ഉണ്ടാക്കിയെടുത്ത നമ്മുടെ കഴിവുകളും വിജ്ഞാനവും നോളജും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ നല്ലൊരു ഐഡൻറ്റിറ്റി, സൊസൈറ്റിയിൽ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു, ഒരു ഫാമിലി ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നു. ചിലപ്പോൾ വീടാവാം, കുട്ടികളാവാം, കുടുംബമാവാം. അത്തരത്തിലുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അടുത്ത 25 വർഷം നമ്മൾ സ്പെൻഡ് ചെയ്യുന്നു. അങ്ങനെ 2 ക്വാർട്ടർ കഴിഞ്ഞ് 50 എത്തി. ഇപ്പോൾ ഉണ്ടാക്കിയ നമ്മുടെ ജീവിതത്തിൽ അനുഭവ സമ്പത്തും വിസ്ഡവും നമ്മളുടെ ഫിസിക്കൽ അസറ്റ്സുകളും നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും മനോഹരമാകേണ്ടതല്ലേ 3-ാമത്തെയും 4-ാമത്തെയും ക്വാർട്ടർ? പലപ്പോഴും അങ്ങനെ ചിന്തിക്കാറില്ല. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം വരെയും 20-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെയും ഏറെക്കുറെ മനുഷ്യൻ്റെ ശരാശരി ആയുസ് 30 വയസ്സ് 40 വയസ്സ് മാത്രമായിരുന്നു. ഇതിന് പ്രധാനപ്പെട്ട കാരണം അന്നുണ്ടാകുന്ന ഫാസ്റ്റ് ഡെത്തായിരുന്നു. കൂടുതലും ഈ മരണങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങൾ 1 ഇൻഫെക്ഷൻസ്, പകർച്ചവ്യാധികളും, 2 ട്രോമയായിരുന്നു, പലതരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ തന്നെയായിരുന്നു. പിന്നീട് ഉണ്ടാക്കിയിട്ടുള്ള റിമാർക്കബിൾ ആയിട്ടുള്ള പ്രോഗ്രസ്, നമ്മളുടെ ആയുസ്സിലുണ്ടായിട്ടുള്ള ഏറ്റവും വലിയ പുരോഗതിക്ക് പ്രധാനപ്പെട്ട കാരണം ആധുനിക വൈദ്യശാസ്ത്രം തന്നെയാണ്. നമ്മൾ കണ്ടുപിടിക്കപ്പെട്ട ആൻറ്റിബയോട്ടിക്കുകളും മെഡിക്കൽ പ്രൊസീജിയേഴ്സും സർജറികളും വാക്സിൻസും ഒക്കെ തന്നെ മനുഷ്യൻ്റെ ആയുസ്സിനെ നീട്ടിയെടുക്കുന്നത് നമുക്ക് സാധിച്ചു. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ 70-ഉം 80-ഉമാണ് ശരാശരി ആയുസ്. നമ്മളുടെ ലൈഫ് സ്പാൻ കൂടി, നമ്മുടെ ക്വാണ്ടിറ്റി ഓഫ് ലൈഫ് കൂടി. പക്ഷേ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വളരെ വലിയൊരു ക്രൈസിസാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ മരണങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട 4 കാരണങ്ങളാണ്. 1 കാർഡിയോ വാസ്കുലർ ഡിസീസാണ്, അതിൽ ഹൃദ്രോഗവും സ്ട്രോക്കും ഒക്കെ വരും. 2 ക്യാൻസർ. 3 ന്യൂറോ ഡീജനറേറ്റീവ് ഡിസീസസ്, അതിൽ വരുന്നതാണ് ഡിമെൻഷ്യയും സ്ട്രോക്കും അൽഷിമേഴ്സും ഒക്കെ തന്നെ. 4-ാമത്തെ പ്രധാനപ്പെട്ട കാരണം മെറ്റബോളിക് ഡിസോർഡേഴ്സ് ഓർ മെറ്റബോളിക് ഡിസ്ഫങ്ഷൻസ് ആണ്. അതിനകത്താണ് വരുന്നത് പ്രമേഹവും അമിതവണ്ണവും ഫാറ്റി ലിവർ ഡിസീസും ഒക്കെ അതിൻ്റെ ഭാഗമായി വരുന്നതാണ്. ഈ 4 രോഗങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇതെല്ലാം ക്രോണിക് കോംപ്ലക്സ് ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. അതായത് ഈ രോഗം എപ്പോഴാണ് തുടങ്ങുന്നത് നമുക്കറിയില്ല. നമുക്ക് ആപ്പടെ അറിയാവുന്ന രോഗം പ്രകടമായി എപ്പോഴാണ് ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നുള്ളതാണ്, അപ്പോഴാണ് നമ്മൾ ചികിത്സ ആരംഭിക്കുന്നത്. പലപ്പോഴും സംഭവിക്കുന്നത് ഇന്നത്തെ ചികിത്സാ രീതികളൊക്കെ തന്നെ വളരെ എഫിഷ്യൻ്റ് ആയതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ രോഗങ്ങൾ കൊണ്ടൊന്നും മരണം സംഭവിക്കുന്നില്ല. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഒരു ഫാസ്റ്റ് ഡെത്ത് അല്ല, ഇവിടെ സംഭവിക്കുന്ന ഒരു സ്ലോ ഡെത്താണ്. പലപ്പോഴും 20-ഉം 30-ഉം 40-ഉം വർഷങ്ങളോളം ഈ വ്യക്തിയുടെ ആക്ച്വലി ജീവിതം നീട്ടിയെടുക്കാനായിട്ട് ഈ ചികിത്സ കൊണ്ട് സാധിക്കുന്നുണ്ട്. പക്ഷേ കുറച്ച് ക്രൂരമായിട്ട് ചിന്തിക്കേണ്ടി വരും, ആക്ച്വലി നമ്മൾ പുഷ് ചെയ്യുന്നത് ലൈഫാണോ ഡെത്താണോ? നമ്മൾ പുഷ് ചെയ്യുന്നത് പലപ്പോഴും ലൈഫല്ല, ഡെത്തിനാണ് പുഷ് ചെയ്യുന്നത്. കാരണം ഇവിടെ കോംപ്രമൈസ്ഡ് ആവുന്നത് ക്വാളിറ്റി ഓഫ് ലൈഫാണ്. അപ്പോൾ ഇവിടെ ചിന്തിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ലൈഫ് സ്പാൻ എന്ന് പറയുന്ന ഒരു ക്വാണ്ടിറ്റി എലമെൻറ്റിൽ മാത്രമല്ല, ഹെൽത്ത് സ്പാൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി എലമെൻറ്റിലാണ്. എന്താണ് ആക്ച്വലി ഹെൽത്ത് സ്പാൻ? അതിൻ്റെ ഒരു മെഡിക്കൽ എക്സ്പ്ലനേഷൻ എന്താണ്? ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമുക്ക് ഡിസീസസും ഡിസബിലിറ്റിയും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് നമുക്ക് രോഗങ്ങളും അതുപോലെ തന്നെ വൈകല്യങ്ങളും ഉണ്ടാവാതിരിക്കണം. അതൊരു ഹെൽത്ത് സ്പാൻ്റെ ഒരു പ്രധാനപ്പെട്ട ആസ്പെക്റ്റാണ്. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് അതിൻ്റെ കൊഗ്നിറ്റീവ് കമ്പോണൻ്റാണ്. എന്താണ് കൊഗ്നിറ്റീവ് കമ്പോണൻറ്റ്? നമുക്ക് കാര്യങ്ങളെ കുറിച്ചുള്ള ധാരണ, നമ്മുടെ ഓർമ്മ, നമ്മുടെ ഗ്രഹണശക്തി, ഇതെല്ലാം കൂടെ കടന്നു വരുന്ന ഒരു കൊഗ്നിറ്റീവ് ഫങ്ഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്ത് സ്പാനിൽ. മൂന്നാമത്തെ എലമെൻറ്റ് ഇമോഷണൽ ഹെൽത്താണ്, വൈകാരികമായ ആരോഗ്യം. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ മാത്രമാണ് ആക്ച്വലി നമുക്ക് നല്ലൊരു ക്വാളിറ്റി ഓഫ് ലൈഫ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതായത് ലൈഫ് സ്പാനും ഹെൽത്ത് സ്പാനും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ മൂന്നാമത്തെ
ക്വാർട്ടറും 4ാമത്തെ ക്വാർട്ടറും സക്സസ്ഫുള്ളായിട്ട് നമുക്ക് ലൈഫിൽ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുന്നു. നിലവിലത്തെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഹെൽത്ത് കെയർ സിസ്റ്റം, നമ്മുടെ മെഡിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതലും ഫോക്കസ് ചെയ്തിരിക്കുന്നത് ലൈഫ് സ്പാനിലാണ്. കാരണം നിലവിലത്തെ ഫാർമാസ്യൂട്ടിക്കൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ട് സിസ്റ്റംസ് ഒക്കെ തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മരണങ്ങളെ എങ്ങനെ ഒഴിവാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് 50 വയസ്സ് അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ്, നിങ്ങളുടെ ഹെൽത്ത് സ്പാൻ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന വളരെ ശാസ്ത്രീയമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അൻപത് വയസ്സ് കഴിയുന്ന സമയത്ത് സ്ത്രീകൾക്കാണെങ്കിലും പുരുഷന്മാരുടെ ശരീരത്തിലാണെങ്കിലും ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട ചില ഹോർമോൺ വ്യതിയാനങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ച് വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്, അത് മെനോപോസാണ്. പുരുഷന്മാരിൽ ഉണ്ടാകാറുണ്ട്, ആൻഡ്രോപോസ് ഉണ്ടാകും. ഇത് നമ്മുടെ ശരീരത്തിൽ ഹോർമോണൽ ചേഞ്ചസ് അതിൽ കൂടി വളരെയധികം ആരോഗ്യ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പല ആൾക്കാരിലും ഇതുണ്ടാക്കുന്നത് ഫെറ്റീഗ് ഉണ്ടാക്കാം, മൂഡ് സ്വിങ്സ് ഉണ്ടാക്കാം, കൊഗ്നിറ്റീവ് ഡിക്ലൈൻ ഉണ്ടാക്കാം, ഇമോഷണൽ ഇഷ്യൂസ് ഉണ്ടാക്കാം, വെയിറ്റ് ഗെയിൻ ഉണ്ടാക്കാം. അതുകൊണ്ട് നമ്മൾക്ക് നമ്മുടെ ഹോർമോണൽ ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുമെന്ന് അറിയാനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒന്ന് നമ്മുടെ തൈറോയ്ഡ് ഫങ്ഷൻസ്, നമ്മുടെ കോർട്ടിസോൾ ലെവൽസ്, അതുപോലെ ടെസ്റ്റോസ്റ്ററോൺ ലെവൽസ്, അതുപോലെ DHEA ലെവൽസ്, ഇതൊക്കെ റെഗുലറായിട്ട് മോണിറ്റർ ചെയ്യേണ്ട ആവശ്യമാണ്. ഇത്തരം വിഷയങ്ങളിൽ അതൊരു പ്രകൃതിയാൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. പലരും നമുക്ക് കൺട്രോൾ ഉണ്ടാവില്ല. ബട്ട് ഇൻട്രസ്റ്റിംഗ്ലി ഇതിൻ്റെയൊക്കെ തന്നെ ഇമ്പാക്റ്റ് അത് നമ്മുടെ 50 വയസ്സ് കഴിഞ്ഞ വ്യക്തിയുടെ ആരോഗ്യത്തിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ വളരെ വലിയൊരു അളവിൽ കോമ്പൻസേറ്റ് ചെയ്യാൻ കഴിയുന്ന എക്സലൻ്റ് ആയിട്ടുള്ള ടൂൾസ് നമ്മുടെ കൈവശമുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചു, എക്സസൈസ്, അതുപോലെ ഡയറ്റ്, അതുപോലെ ന്യൂട്രീഷൻ, അതുപോലെ പോഷക സപ്ലിമെൻറ്റുകൾ. ഇതൊക്കെ സാമർഥ്യത്തോടെ ഉപയോഗിച്ചുകൊണ്ട് അനിവാര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചേഞ്ചസിൻ്റെ ഇമ്പാക്റ്റ്, നമ്മുടെ ഹെൽത്ത് സ്പാനിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് നമുക്ക് നള്ളിഫൈ ചെയ്യാൻ സാധിക്കും. ടേക്ക് കെയർ ഓഫ് യുവർ ഗ്ലൂക്കോസ് മെറ്റബോളിസം. നമ്മളുടെ ശരീരത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൽ നിന്ന് കിട്ടുന്ന ഗ്ലൂക്കോസിനെ കൈകാര്യം ചെയ്യാനുള്ള എഫിഷ്യൻസി ഒരിക്കലും നഷ്ടപ്പെടരുത്. പലപ്പോഴും സംഭവിക്കുന്നത് ഇത് കടന്ന് കയറുന്ന സമയം നമ്മളുടെ കയ്യിൽ മിസ്സായി പോകും. പല ആൾക്കാരും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, 60 വയസ്സൊക്കെ ആയപ്പോഴാണ് പ്രമേഹം വന്നത്. 60 വയസ്സായതുകൊണ്ട് പ്രമേഹം വരണമെന്നില്ല, പ്രൊവൈഡഡ് നിങ്ങൾ നേരത്തെ ട്രാക്ക് ചെയ്തിരുന്നു എന്നുണ്ടെങ്കിൽ. തീർച്ചയായിട്ടും നിങ്ങളുടെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ലെവൽ, ഫാസ്റ്റിംഗ് ബ്ലഡ് ഗ്ലൂക്കോസ്, HbA1c, ഇത് മൂന്നും വളരെ പവർഫുൾ ആയിട്ടുള്ള ഇൻഡിക്കേറ്റേഴ്സാണ്, മാർക്കേഴ്സാണ്. ഇത് റെഗുലറായിട്ട് ചെക്ക് ചെയ്യുക. മാത്രമല്ല നമുക്ക് വരുത്താവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മോഡിഫിക്കേഷൻസിലൊന്ന് വളരെ കുറച്ച് അന്നജത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ ഒരു 20 വർഷത്തോളമായിട്ട് എൻ്റെ ഭക്ഷണത്തിൽ അന്നജത്തിൻ്റെ അളവ് വളരെ കുറവാണ്. കാരണം ഞാൻ എപ്പോഴും ഒരു എനർജി ബാലൻസ് നോക്കിക്കഴിഞ്ഞാൽ അമിതമായി എനർജി കഴിക്കുന്ന അല്ലെങ്കിൽ കാലറി വരുന്ന ഭക്ഷണങ്ങൾ അധികം കഴിക്കാറില്ല. അത്രയും ഭക്ഷണത്തിൻ്റെ ആവശ്യമേ ഇന്നത്തെ ഒരു ശരാശരി ജീവിത നിലവാരമുള്ള ഒരാൾക്ക് ആവശ്യമുള്ളൂ. ഈ മാർക്കേഴ്സിൻ്റെ എല്ലാം ഐഡിയൽ വാല്യൂസ് ഞാൻ ഇതിനോടൊപ്പം ഷെയർ ചെയ്യുന്നുണ്ട്. ഈ വാല്യൂസിന് മുകളിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇറ്റ്സ് ആൻ അലർട്ട്. പല ആൾക്കാരും ചെയ്യുന്നത് ഒരു 50+ കഴിയുമ്പോൾ അവരുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവർ പലപ്പോഴും ഒരു ലോ ഇൻറ്റൻസിറ്റി അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസിലോട്ട് അവരങ്ങ് ലിമിറ്റ് ചെയ്യും. കാരണം 50 കഴിഞ്ഞു, ഇനി കൂടുതൽ സാഹസമൊന്നും കാണിക്കേണ്ട, അക്രമമൊന്നും കാണിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് അവർ വളരെ ലളിതമായ വ്യായാമ മുറകളിലോട്ട് ഒതുങ്ങാറുണ്ട്. ഇറ്റ്സ് റോങ്. തീർച്ചയായിട്ടും അത് ആവശ്യമാണ്. ഒരു മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സസൈസസ്, കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസ് ആവശ്യമാണ്. അതുപോലെ പ്രാധാന്യമുള്ള മറ്റൊന്നാണ് സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസ്, അതായത് മസിൽ ബിൽഡിംഗ് എക്സസൈസ്. നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാവുന്ന ഏറ്റവും വലിയ അപകടങ്ങളിലൊന്ന് ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവമായിട്ടുള്ള മസിൽസിൻ്റെ നഷ്ടമാണ്. അതിനെ വിളിക്കുന്നത് സാർക്കോപീനിയ എന്നാണ്. പേശികൾ നമ്മുടെ ബ്രെയിൻ ഹെൽത്തിനെയും അതുപോലെ ഹാർട്ട് ഹെൽത്തിനെയും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓർഗനാണ്. ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വേണമെങ്കിൽ എന്തുകൊണ്ട് അത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിക്കൂടാ, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു പ്രൊഫഷണൽ സപ്പോർട്ടോട് ഒരു ജിമ്മിൽ പോയി ചെയ്തുകൂടാ, മേ ബി അല്ലെങ്കിൽ ഇന്ന് യൂട്യൂബിലൊക്കെ തന്നെ ചെയ്ത് പഠിക്കാവുന്ന ശാസ്ത്രീയമായിട്ടുള്ള എക്സസൈസ് പ്രോഗ്രാമുകളുണ്ട്. ഇൻഫാക്ട് യുവർ ഹെൽത്ത് സ്പാൻ ഈസ് ഹ്യൂജ്ലി ഡിപ്പെൻഡ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് സ്കെലിറ്റൽ മസിൽസ് യു ഹാവ്. കാർഡിയോ റെസ്പിറേറ്ററി എക്സസൈസും മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും പോലെ തന്നെ 50 വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ വളരെ പ്രാധാന്യത്തോടെ എടുക്കേണ്ട ഒന്നാണ് ബാലൻസിങ് ആൻഡ് സ്റ്റെബിലിറ്റി എക്സസൈസ്. അതായത് പ്രധാനപ്പെട്ട 4 മരണകാരണങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചു. 5ാമത്തെ മരണകാരണം ഫോൾ ഇഞ്ചുറീസാണ്. വീഴ്ച മൂലമുണ്ടാകുന്ന ആഘാതങ്ങളും അതുമൂലമുണ്ടാകുന്ന മറ്റു രോഗങ്ങളും മരണങ്ങളുമാണ്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ പ്രായമാകുമ്പോൾ ഫോൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് അത്തരത്തിലുള്ള മസിൽ ഫൈബേഴ്സ് വളരെയധികം ട്രെയിൻഡ് ആയിരിക്കണം. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ പടി കയറുന്നതിന്
പടി കയറുന്ന സമയത്ത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇഞ്ചുറിയേക്കാൾ കൂടുതൽ ആൾക്കാർക്കുണ്ടാകുന്നത് പടി ഇറങ്ങുമ്പോഴാണ്. അപ്പോൾ അതിന് പറ്റുന്ന പേശികളെ ബിൽഡ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഉണ്ടാവേണ്ടത് ആവശ്യമാണ്. അത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള എക്സസൈസ് വേണം. അതുപോലെ നമ്മുടെ ഗ്രിപ്പിൻ്റെ സ്ട്രെങ്ത് വേണം. അഥവാ ഒരു വീഴ്ച വീണാൽ എവിടെയെങ്കിലും ഒന്ന് പിടിക്കാൻ സാധിക്കണമെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ടുള്ള ഗ്രിപ്പ് സ്ട്രെങ്ത് വേണം. കാലുകളിൽ ഗ്രിപ്പ് സ്ട്രെങ്ത് വേണം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബാലൻസ്, സ്റ്റെബിലിറ്റി, ഗ്രിപ്പ് സ്ട്രെങ്ത് ഉണ്ടാക്കുന്ന ലളിതമായിട്ടുള്ള വ്യായാമങ്ങൾ ദൈനംദിനം ചെയ്യേണ്ടത് 50+ കഴിഞ്ഞ ആൾക്കാരെ സംബന്ധിച്ച് എസെൻഷ്യൽ ആയിട്ടുള്ളൊരു ഹെൽത്ത് സ്പാൻ ആക്ടിവിറ്റിയാണ്. മറ്റൊരു ഏരിയ നമ്മുടെ ബോൺ ഹെൽത്താണ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഫോൾ ഇഞ്ചുറീസിനെ കുറിച്ച് പറഞ്ഞു. അവിടെയും അതുപോലെ തന്നെ നമ്മളുടെ മൊബിലിറ്റിയിലും നമ്മുടെ സ്ട്രെങ്ത്തിലും ഒക്കെ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് സ്കെൽറ്റൽ സിസ്റ്റമാണ്. ഹൗ സ്ട്രോങ് ഈസ് യുവർ സ്കെൽറ്റൽ സിസ്റ്റം? നമ്മളത് അറിയേണ്ട ആവശ്യമാണ്. ഒരുപക്ഷെ തീർച്ചയായിട്ടും നിങ്ങളുടെ ബോൺ ഡെൻസിറ്റി ടെസ്റ്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ വൈറ്റമിൻ ഡി ലെവൽസ്, നിങ്ങളുടെ കാൽഷ്യം ലെവൽസ്, ഇതൊക്കെ വളരെ ക്രിട്ടിക്കലാണ്. ഇതൊക്കെ നമ്മൾ റെഗുലറായിട്ട് നമ്മളെ റഡാറിൽ വരേണ്ട ചില മാർക്കേഴ്സാണ്. ബോൺ ഹെൽത്തിനെ, ബോൺ സ്ട്രെങ്ത്തിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എഗെയിൻ ഇമ്പാക്റ്റ് എക്സസൈസുകളാണ്. പേശികളിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന എക്സസൈസ് ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് പേശികളോട് ചേർന്നിരിക്കുന്ന ബോണിനെ തന്നെയാണ്. അപ്പോൾ ബോണിനെ സ്ട്രെങ്തൻ ചെയ്യണം. അതുപോലെ ചിലപ്പോൾ 50+ കഴിയുമ്പോൾ ചില സന്ദർഭങ്ങളിൽ ചില സ്പെസിഫിക് ആയിട്ട് ചില ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ്, മെഗ്നീഷ്യം, കാൽഷ്യം, വൈറ്റമിൻ ഡി, മേ ബി സം പ്രോട്ടീൻ, ഇതൊക്കെ ഒരുപക്ഷെ ഡയറ്റിൻ്റെ കൂടെ ജുഡീഷ്യസ് സപ്ലിമെൻറ്റ് ചെയ്യുന്നത് ബോൺ ഹെൽത്തിന് വളരെ സപ്പോർട്ടീവാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞാൻ പല ആൾക്കാരിൽ നിന്ന് കേട്ടിട്ടുണ്ട്, ഉറക്കം പൊതുവെ കുറവാണ്. പ്രായമായില്ല, അതുകൊണ്ടായിരിക്കണം പലപ്പോഴും പല തവണകളിൽ ഉണരാറുണ്ട്. ഒരു ക്വാളിറ്റി സ്ലീപ്പൊന്നും അങ്ങനെ ഉണ്ടാകാറില്ല. എനിക്ക് തോന്നുന്നു പലരും ഇത് വളരെ ഗൗരവത്തോടെ എടുക്കാറില്ല. കാരണം ഒരുപക്ഷെ ഒരു ബിലീഫ് സിസ്റ്റം ആയിരിക്കാം, പ്രായമായാലും നമ്മുടെ ഉറക്കം ഇങ്ങനെയൊക്കെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതുകൊണ്ടായിരിക്കാം. അങ്ങനെയല്ല. സ്ലീപ്പ് എക്സ്ട്രീംലി ഇമ്പോർട്ടൻ്റ് ആണ്, എസ്പെഷ്യലി ഡ്യൂറിങ് ഏജിങ് പ്രോസസ്സ്. സ്ലീപ്പ് കുറവാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പാക്റ്റ് അത് ഇറ്റ് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ, ഇറ്റ് ക്യാൻ കോസ് കൊഗ്നിറ്റീവ് ഡിക്ലൈൻ, നമ്മുടെ ഓർമ്മശക്തിയെയും ബുദ്ധിശക്തിയെയും അത് എഫക്റ്റ് ചെയ്യും. ഇറ്റ് ക്യാൻ എഫക്റ്റ് അവർ ഇമോഷണൽ ഹെൽത്ത്. സ്ലീപ്പിൽ ക്വാണ്ടിറ്റി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ക്വാളിറ്റി. പല ആൾക്കാരും 8 മണിക്കൂർ എന്ന് പറയും, പക്ഷേ 8 മണിക്കൂറിൽ നിങ്ങൾക്ക് എത്രമാത്രം ഗുണനിലവാരമുള്ള ഉറക്കം കിട്ടുമെന്ന് അറിയാമോ? വേണമെങ്കിൽ എന്തുകൊണ്ട് അതിനെ ഒന്ന് അസസ് ചെയ്തിടാം. ഒരു ഹെൽത്ത് വാച്ച് ഉപയോഗിക്കാൻ സാധിക്കുകയാണെങ്കിൽ ഇന്നത്തെ പല അത്തരത്തിലുള്ള വാച്ചുകളിലും നമുക്ക് സ്ലീപ്പ് ട്രാക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങളുടെ ലൈറ്റ് സ്ലീപ്പ് എത്ര, ഡീപ്പ് സ്ലീപ്പ് എത്ര, റെം സ്ലീപ്പ് എത്ര, ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ടുള്ള ഉറക്കം കിട്ടുന്നുണ്ടെന്ന് അറിയാൻ സാധിക്കും. ഈ സംഖ്യകൾക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. ബിക്കോസ് ഇഫ് സംതിങ് ക്യാൻ ബി മെഷേർഡ്, ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ് ബെറ്റർ. നമുക്കറിയാത്തത് കൊണ്ടാണ്. സോ മേക്ക് ഷുവർ യു ആർ ഹാവിങ് ഇനഫ് സ്ലീപ്പ് ആൻഡ് പേ ഡ്യൂ അറ്റൻഷൻ ടു സ്ലീപ്പ് ഈവൻ ആഫ്റ്റർ ദ ഏജ് ഓഫ് 50. മറ്റൊരു വിഷയം ആൽക്കഹോളാണ്. എന്തെല്ലാം ന്യായീകരണങ്ങൾ പറഞ്ഞാലും ആൽക്കഹോൾ ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത്. പക്ഷേ അത് പറഞ്ഞുകൊണ്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ആൽക്കഹോൾ നമ്മൾ ഒഴിവാക്കാൻ സാധിക്കുന്നുമില്ല. എനിക്ക് തോന്നുന്നത് എൻ്റെ ഒരു പ്രൊഫഷണൽ എക്സ്പീരിയൻസിൽ കൂടുതൽ ആൾക്കാർക്കും അപകടകരമായിട്ടുള്ള രീതിയിലുള്ള റിലേഷൻഷിപ്പ് ആൽക്കഹോളായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ലോൺലിനെസ്സിനാണ്. വെറുതെ ഒരുപക്ഷെ ഒറ്റയ്ക്കിരുന്നുണ്ടാകുന്ന മദ്യപാനം, അത് ഒരുപക്ഷെ ഒരു ദുരന്തത്തിലോട്ട് കൊണ്ട് എത്തിച്ചേക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ആൽക്കഹോൾ ഒഴിവാക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നല്ലത് ആഫ്റ്റർ ദ ഏജ് ഓഫ് 50. കാരണം ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ സ്ലീപ്പ് ക്വാളിറ്റി, ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ libido, it can affect your metabolic health, it can affect your brain health, and it can even affect your immune health and gut health. അപ്പോൾ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്, ഇതിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ആൽക്കഹോൾ. ഇനി അഥവാ ആൽക്കഹോൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഇൻടേക്കിൽ ഒരു മാസത്തിൽ 1-2 തവണ മാത്രം, അതും മേ ബി ഒരു സോഷ്യൽ ഡ്രിങ്കിങ് ആയിരിക്കാം പിന്നെയും ബെറ്റർ. ബട്ട് ഇഫ് പോസിബിൾ ട്രൈ ടു അവോയ്ഡ് ആൽക്കഹോൾ. വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന് നമ്മുടെ ഇമോഷണൽ ഹെൽത്താണ്, വൈകാരികമായിട്ടുള്ള ആരോഗ്യം. പല ആൾക്കാരിലും ഒരുപക്ഷെ 50-60 വയസ്സാവുമ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവർ പക്ഷേ നല്ല രീതിയിലൊരു ഇമോഷണൽ ഹെൽത്തും ഇമോഷണൽ റെസിലിയൻസും ഉണ്ടാക്കി എടുക്കാറുണ്ട്. ചില ആൾക്കാരിലെങ്കിലും പലപ്പോഴും അതൊരു ഇമോഷണൽ ബ്രേക്ക് ഡൗണിലോട്ടും പോകാറുണ്ട്. സൂക്ഷ്മമായിട്ട് നോക്കിയാൽ വളരെയധികം കാരണങ്ങളുണ്ടാവും. എന്തായാലും പെട്ടെന്ന് ഓർമ്മ വരുന്ന ഒന്ന്, ഒരുപക്ഷെ അതുവരെ അവരുടെ തൊഴിൽ മേഖലയിലും കുടുംബത്തിലും സമൂഹത്തിലൊക്കെ അവർക്കുണ്ടായിരുന്ന ഒരു ഐഡൻറ്റിറ്റി ഒരുപക്ഷെ അവിടുന്ന് പതുക്കെ ഫെയ്ഡ് ഔട്ട് ചെയ്യുന്നുണ്ടാവും. ഇത് അവരിലുണ്ടാക്കുന്ന ഒരു വലിയൊരു ആഘാതമുണ്ട്. മറ്റൊന്ന്, അതുവരെ ഉണ്ടായിരുന്ന ഒരു വലിയൊരു കണക്ടിവിറ്റി ഉണ്ട്, ഒരു സോഷ്യൽ കണക്ടിവിറ്റി ഉണ്ട്, ഒരു നെറ്റ്വർക്കുണ്ട്, ഒരു ഗ്രൂപ്പുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂണിറ്റിയിൽ നിന്ന് അവർ പലപ്പം കുറച്ച് ഐസൊലേറ്റഡ് ആയിട്ടുണ്ടാകും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐസൊലേഷനുകളും അതുപോലെ തന്നെ ആ ലാക്ക് ഓഫ് ഐഡൻറ്റിറ്റിയും പല ആൾക്കാരിലും ഉണ്ടാക്കുന്ന ഒരു ഇമോഷണൽ ട്രോമ വളരെ വലുതാണ്. പല ആൾക്കാരും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇന്ന്
ഏറ്റവും കൂടുതൽ എൻഗേജ് ചെയ്യാൻ സാധിക്കുന്നത് സോഷ്യൽ ബീയിങ്സായിട്ടല്ല, ഡിജിറ്റൽ ബീയിങ്സുമായിട്ടാണ്. പലപ്പോഴും അത് ഫേസ്ബുക്ക്, യൂട്യൂബ്, അമ്മാവന്മാരും അമ്മായിമാരുമായിട്ട് പോകുന്നുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പോൾ അവിടെ പുതിയ ബന്ധങ്ങളും പുതിയ സൗഹൃദങ്ങളും പുതിയ കൂട്ടായ്മകളും, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇന്ന് സ്കൂളുകളിലും കോളേജിലൊക്കെ ഉള്ള സൗഹൃദങ്ങളൊക്കെ തന്നെ ഏറ്റവും കൂടുതൽ നമുക്ക് ഇമോഷണൽ ഹെൽത്ത് ഉണ്ടാക്കി തരാൻ സാധിക്കുന്ന ഒന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ നമ്മളുടെ മെൻ്റൽ ഹെൽത്താണ്. പല ആൾക്കാരിലും സംഭവിക്കുന്നത് ഒരു 50-60 വയസ്സൊക്കെ ആകുമ്പോൾ അവരതുവരെ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കരിയറിൽ നിന്നോ പ്രൊഫഷനിൽ നിന്നോ അവരങ്ങ് റിട്ടയർ ചെയ്യുക. ഇത് പല ആൾക്കാരിലും ഉണ്ടാക്കുന്നത് വളരെ വലിയൊരു വാക്യൂമാണ്. ആകെപ്പാടെ പലരും നോക്കുന്നത് മക്കളുടെയും ചെറുമക്കളുടെയും കാര്യത്തിൽ കൂടി ഇൻവോൾവ് ആവും. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലാന്ന് ഞാൻ പറയുന്നു. പക്ഷേ പലപ്പോഴും അവിടെ നിന്ന് നമുക്കൊരു വലിയൊരു മെൻ്റൽ ഡിക്ലൈൻ ഉണ്ടാകുന്നുണ്ട്. നമ്മളുടെ ഹെൽത്ത് സ്പാൻ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. ആദ്യത്തെ 2 ക്വാർട്ടറിൽ നിന്ന് നമ്മൾ ആർജിച്ച നമ്മളുടെ കഴിവും എഫിഷ്യൻസിയും നമ്മളുടെ ഒരു എക്സ്പെർട്ടൈസും അതുപോലെ നമ്മുടെ വിസ്ഡവും അപ്ലൈ ചെയ്യാവുന്ന എന്തെങ്കിലും പുതിയ മേഖലകൾ എന്തുകൊണ്ട് കണ്ടെത്തിക്കൂടാ? മേ ബി വൈ ഡോണ്ട് യു സ്റ്റാർട്ട് എ ന്യൂ കരിയർ? അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ കുറേ നാളായിട്ട് മാറ്റി വെച്ചിരുന്ന പല കാര്യങ്ങളുണ്ടാവും നിങ്ങളുടെ ചൈൽഡ്ഹുഡിലോ നിങ്ങളുടെ യങ്ങർ ഡേയ്സിലോ. അതിനെന്തുകൊണ്ട് തിരിച്ചു കൊണ്ടുവന്നുകൂടാ? സോ ദാറ്റ് 50 കഴിഞ്ഞത് രണ്ടാമത്തെ ഇന്നിങ്സായിട്ട് എന്തുകൊണ്ട് കണ്ടുകൂടാ? ഞാൻ പല ആൾക്കാരോട് സംസാരിക്കുമ്പോൾ പലരും ഭയങ്കര എക്സൈറ്റഡ് ആകാറുണ്ട്. മേ ബി അത് ഹൈലി പ്രഷറൈസ്ഡ് ആയിട്ടുള്ള വളരെയധികം എന്താ പറയുക ഒരു ടാർഗറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആണെന്നല്ല. ഇറ്റ് ക്യാൻ ബി പെയിൻറ്റിങ് ഓർ മ്യൂസിക് ഓർ ഗാർഡനിങ്. ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രാവിലെ എണീക്കുമ്പോൾ നിങ്ങളുടെ മുന്നോട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് അന്ന് ചെയ്തു തീർക്കാൻ നിങ്ങളുടെ ഉത്തരവാദിത്തോടെ നിങ്ങളുടെ കഴിവുകൾ പ്രയോജനപ്പെടുത്താൻ പറ്റുന്ന എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് വളരെ ആവശ്യമാണ്. 50 വയസ്സ് കഴിഞ്ഞ വ്യക്തികളെ സംബന്ധിച്ച് ലൈഫ് സ്പാനിനെ പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ഹെൽത്ത് സ്പാൻ. പരമാവധി ജീവിക്കുക എന്നുള്ളതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം നല്ല ഗുണനിലവാരത്തോടു കൂടി പരമാവധി ജീവിക്കുക എന്നുള്ളതാണ്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന 50 കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇത്തരമൊരു ജീവിതത്തിൽ ഇത്തരമൊരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്തിട്ടുള്ളത്? നിങ്ങൾ ചെയ്തതിൻ്റെ അനുഭവവും ടിപ്സുകളും എന്തുകൊണ്ട് കമൻ്റായിട്ട് ഈ വീഡിയോയോടൊപ്പം ഷെയർ ചെയ്യുക. തീർച്ചയായിട്ടും നിരവധി ആൾക്കാർക്ക് അത് പ്രയോജനപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല.